ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. വിലക്കുറവായിട്ട് നികുതി ഉപഭോക്താക്കൾക്ക് നൽകുമോ അതോ കൊള്ളലാഭമായിട്ട് കച്ചവടക്കാർക്കും ഇവിടുത്തെ വ്യവസായികൾക്കും മാറുമോ എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി വില കുറയുന്നില്ലെന്ന് മാത്രമല്ല, GST ഒരു അവസരമാക്കിക്കൊണ്ട് വില വർദ്ധിപ്പിച്ച് കൊള്ളലാഭം നേടുന്നതിനുള്ള പ്രവൃത്തികൾ നാനാഭാഗത്ത് നടക്കുകയാണ്. കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണം. അവരെ വിവിധ വ്യവസായ അസോസിയേഷനെ വിളിച്ച് കർശനമായ നിർദ്ദേശം നൽകേണ്ടതുണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന നികുതി ഇളവുകൾ നിലവിലുള്ള സ്റ്റോക്കിൽ പോലും ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം വ്യവസായികൾ വഴി താഴേക്ക് നൽകണം. കാരണം 6 മാസത്തിനുള്ളിൽ വാങ്ങിയിട്ടുള്ള ഏത് വസ്തുവിൻ്റെയും അതിൻ്റെ ഇൻപുട്ട് ക്രെഡിറ്റ് സമ്പൂർണ്ണമായിട്ട്, അതിൽ നേരത്തെ കൊടുത്തിട്ടുള്ള നികുതിയുടെ ഇൻപുട്ട് ക്രെഡിറ്റ് സമ്പൂർണ്ണമായിട്ട് ലഭിക്കുകയും ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ വിൽപ്പനശാലകളിലെ ഉൽപ്പന്നങ്ങളിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന വില നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് പരമാവധി വിൽപ്പന വില. ഇപ്പോൾ സിന്തോ സോപ്പ് 135 രൂപ എഴുതിയിട്ടുള്ളൂ. ജൂലൈ 1 മുമ്പ് എല്ലാ നികുതിയും ഉൾപ്പെടെ, എക്സൈസ്, വാറ്റ് തുടങ്ങിയിട്ടുള്ള നികുതികൾ ഉൾപ്പെടെ 128 രൂപ 25 പൈസക്കാണ് വിറ്റിരുന്നത്. ഇപ്പോൾ ഈ നികുതികളൊക്കെ പോയി. GSTയുടെ 18% 125 രൂപ 41 പൈസക്കാണ് വിൽക്കുന്നത്. 2 രൂപ 84 പൈസ വില കുറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വിലയിൽ കുറവുണ്ടായിരിക്കുകയാണ്. ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ കുറവുണ്ടാവുന്നത് മാത്രമല്ല, ചില അപൂർവ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലവിലുള്ള MRP വിലയേക്കാൾ കൂടുതലാവുന്നു. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ MRP നിയമത്തിൽ പാക്കേജ് കമ്മോഡിറ്റീസ് ആക്ടിൽ പെടാത്ത വിൽക്കുന്ന ഗ്രീൻ ബീൻസ്, റാഗി, കടുക്, ചെറുപയർ ഇവയെല്ലാം അതേ വിലക്കോ അതിൽ വില കുറച്ചുമാണ് ഇന്ന് സിവിൽ സപ്ലൈസ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം വേണമെങ്കിലും നൽകാനും സിവിൽ സപ്ലൈസ് തയ്യാറാണ്. എന്തുകൊണ്ട് ബാക്കി കച്ചവടക്കാർക്ക് ചെയ്തുകൂടാ? ചരക്കുകൾ ഏതിന്മേലാണ് നികുതി വർധനവ് ഉണ്ടായിട്ടുള്ളതെന്ന് വിശദീകരിക്കട്ടെ. നിലവിലുള്ള സ്റ്റോക്ക് അത് പഴയ നികുതിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ചില അപൂർവം സാധനങ്ങളിൽ പഴയ നികുതിയേക്കാൾ കൂടുതൽ വരും GST. അങ്ങനെ വയ്ക്കുമ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള, ഇതിൽ മേടിച്ചപ്പോൾ കൊടുത്തുള്ള നികുതി ക്രെഡിറ്റ് കിട്ടും. അതിന് ബില്ലുണ്ടെങ്കിൽ പൂർണ്ണമായും ക്രെഡിറ്റ് കിട്ടും. ബില്ലില്ലാത്ത ചില നികുതികളുണ്ട്. മാനുഫാക്ചറിങ് സ്റ്റേജിലെ എക്സൈസ് നികുതിക്ക് ബില്ലുണ്ടാവില്ല നമ്മുടെ ആളുടെ കയ്യിൽ. അതിന് 40 മുതൽ 60% വരെ ക്രെഡിറ്റ് കിട്ടും. ഇത്രയും ക്രെഡിറ്റ് കിട്ടിയാലും ചില ഉൽപ്പന്നങ്ങൾ പറയുന്നത് അവർക്ക് നഷ്ടം വരും MRP വിലക്ക് വിറ്റാൽ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ പേര് സർക്കാരിന് തരട്ടെ. അവിടുത്തെ മാനുഫാക്ചർക്ക് കൃത്യമായിട്ട് ഇതിന് മുഴുവനും ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടുമല്ലോ. അവരെ കൊണ്ട് കീഴതരിക്കാൻ നടപടി സർക്കാർ സ്വീകരിക്കാം.
MRPയേക്കാൾ കൂടുതൽ വിൽക്കാൻ കഴിയില്ല. MRPയേക്കാൾ കൂടുതൽ വിൽക്കണമെങ്കിൽ അത് റീറ്റെയിലർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിൻ്റെ വ്യവസായി അവര് 2 പത്രത്തിൽ MRP അച്ചടിച്ചിരിക്കുന്നതിനാൽ ഇത്ര പൈസ കൂട്ടി ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുമെന്ന് 2 തവണ പരസ്യം നൽകിയതിന് ശേഷം മാത്രമാണ് റീറ്റെയിലർക്ക് ആ വില മാറ്റാൻ അവകാശമുള്ളൂ. ആരെങ്കിലും അത്തരത്തിൽ MRP വിലയിൽ വർധനവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായ നടപടികൾ സർക്കാർ പരിശോധിക്കും. അത് സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ പരിശോധന ഒന്നും വീണ്ടും വേണ്ടെന്ന് വെപ്പിക്കാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കണ്ട. അങ്ങനെ ലീഗൽ മെട്രോളജി വകുപ്പ്, വിൽപ്പന നികുതിക്കാർ നികുതിയുടെ കാര്യമൊന്നുമല്ല പരിശോധിക്കുന്നത്. MRP വിലക്കാണോ വിൽക്കുന്നത്? വ്യാപകമായി ടെസ്റ്റ് പർച്ചേസ് നടത്താൻ പോയി. അതിന് MRP വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കേസെടുക്കും. ഒരു സമ്മർദ്ദത്തിന് മുഴങ്ങാൻ തയ്യാറില്ല. നിയമം നടപ്പാക്കുക തന്നെ ചെയ്യും. ബാക്കിയുള്ള വേറെ ഒരുപാട് കേസുകളുണ്ട്. പാക്കേജ് കമ്മോഡിറ്റീസിന് ഡിക്ലറേഷൻ വേണം, ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളിലുള്ളതെന്നൊക്കെ എഴുതി വെക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ പാടില്ല, പറയും, ചൂണ്ടിക്കാണിക്കുകയുള്ളൂ. പക്ഷെ MRP വില അത് ഓൾട്ടർ ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. ലീഗൽ മെട്രോളജി വകുപ്പും സിവിൽ സപ്ലൈ ഇല്ല ആൻഡ് വിൽപ്പന നികുതിക്കാരും അത് പരിശോധിക്കും. ബ്രിങ് എ ചെയർ. സോ അപ്പോൾ ഇതിനിടയിൽ 1-2 കേസുകൾ വന്നിട്ടുണ്ട്. അത് ഏറ്റവും 2 കേസുകൾ, ഒന്ന് സിനിമ തിയേറ്റേഴ്സാണ്. തിയേറ്ററുകൾ എങ്ങനെ വില വർദ്ധിപ്പിക്കണേ? നാട്ടിലെന്ത് തോന്നിവാസം ചെയ്യുക എന്നുള്ള രീതിയാണ്. സർക്കാർ നിയോഗിച്ചുള്ള ഏജൻസിയാണ് സിനിമ ടിക്കറ്റുകൾ ഒക്കെ ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. GST വന്നപ്പോൾ എവിടെയാണ് വില ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? 100 രൂപ താഴെയുള്ള ടിക്കറ്റുകൾക്കൊക്കെ 25% ഉണ്ടായിരുന്ന നികുതി 18% കുറഞ്ഞിരിക്കുക, അതിനടക്കം കൂട്ടിയിരിക്കുകയാണ്. തിരുത്തണം. തിരുത്തില്ലെങ്കിൽ നടപടിയെടുക്കും. അതിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കീഴിലുള്ള ചലച്ചിത്ര ശാലകളെല്ലാം പഴയ വിലയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അതെ, തൊട്ടുമ്പല്ല, ഈ ദിവസം ജൂലൈ 1 ശേഷം ഇൻഡസ്ട്രിയിൽ എല്ലാവരും കൂടി അങ്ങ് ചെയ്യുന്നു. അപ്പം ഇവരും കൂടെ ചേർന്നു മാറ്റി കുറച്ചു. എൻ്റെ വാദം ഒരിക്കലും സിനിമാ ടിക്കറ്റിൻ്റെ വില കൂട്ടാൻ പാടില്ല എന്നല്ല. ഇത് എല്ലാ കാലത്തേക്കും നിൽക്കേണ്ട വിലയാണെന്നുള്ള വാദമൊന്നുമില്ല. ഒക്കെ ചർച്ച ചെയ്ത് തീർക്കണം. വില കൂട്ടണമെങ്കിൽ വില കൂട്ടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണം സർക്കാർ. പക്ഷേ GST പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ന്യായമില്ല. അപ്പം അതാണ് അത്. കോഴിയുടെയാണ് ഏറ്റവും വലിയ തമാശ. 14.5% നികുതി ഉണ്ടായിരുന്നു, ആ നികുതി പോയി. കോഴിയുടെ മേൽ ഇന്ത്യ രാജ്യത്ത് നികുതി ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളം മാത്രവും. അഭിമാനത്തോടെ പറയുന്നതല്ല, അങ്ങനെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം തുടർന്നു പോകുന്നു. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണല്ലോ, ജനങ്ങളെല്ലാം പൊതുവിൽ നികുതി എന്നിട്ടാണ് വാങ്ങുന്നത്. ഇപ്പം ഏതായാലും അത് പോയി. അന്ന് സങ്കടമൊന്നുമില്ല, വളരെ നല്ലത്. എന്നാൽ 15 രൂപ കുറക്കണ്ടേ? 103 രൂപ ഉണ്ടായിരുന്നത് 15 രൂപ കൂട്ടിയാ വെക്കണേ. അപ്പോൾ കോഴി വ്യാപാരികളെ വിളിച്ചിരുന്നു. 103 15 രൂപ കുറച്ച് ഉള്ള വില
87 രൂപ. ആ വിലക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ വിൽക്കാൻ വന്നുവെച്ചാൽ മതി. ആ ജനങ്ങളും ഇവിടെ ഉണ്ട് ഇക്കാര്യത്തിൽ. തിങ്കളാഴ്ച മുതൽ കോഴിയുടെ വില ഇതായിരിക്കും. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കച്ചവടം ഒരു ചെറിയ ക്ലിക്കിൻ്റെ കയ്യിലാണ്. അതിൽ നമ്മുടെ സമീപ സംസ്ഥാനത്തെ വലിയ കമ്പനികളുണ്ട്, അതിൻ്റെ മധ്യസ്ഥരായിട്ടുള്ള കേരളത്തിലെ കമ്പനികളുണ്ട്. ഇവിടെ ഒരു ക്ലിക്കിൻ്റെ കയ്യിലാണ്. ഇവർ തീരുമാനിക്കുന്നതാണ് വില. ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ പോകാമെന്നുള്ള ഒരു സന്ദേശം, ഒരു വെല്ലുവിളിയായിട്ട് തന്നെ സർക്കാർ ഇതിനെ കാണുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള പൗരബോധമുള്ളവരൊക്കെ ഇതിനെ ചെറുക്കാൻ തയ്യാറാണ്. 87 രൂപയേക്കാൾ കൂടുതൽ വിലക്ക് കേരളത്തിൽ ചിക്കൻ വിൽക്കാൻ പറ്റത്തില്ല. ആ വിലയിലുള്ള ചാഞ്ചാട്ടോ, വില സീസൺ വരുമ്പോൾ വില കൂടും, അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇപ്പം GST വന്നുകൊണ്ട് കയറ്റുന്ന ഏർപ്പാട് പറ്റില്ല, കുറയ്ക്ക്, എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം ബാക്കി കാര്യം. ഏതായാലും ഇങ്ങനെ ഒരു ക്ലിക്കിൻ്റെ കയ്യിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് ചിക്കൻ മാറിയിട്ടുണ്ട്. ഇപ്പം ബീഫാണെങ്കിൽ കിട്ടുന്നുമില്ല, വിലയും കൂടി. അപ്പോൾ ഇതിങ്ങനെ വിടകി കൊടുക്കാൻ പറ്റും. കെപ്കോ വില കുറച്ചിട്ടുണ്ട്. കെപ്കോ ജൂലൈ 1-ന് ജൂൺ 30-ന് ഉണ്ടായിരുന്ന വില തൊലിയുള്ളതിന് 171 രൂപയായിരുന്നു, 150 രൂപയ്ക്ക് കുറച്ചു. കറിക്കട്ട് 180 158 കുറച്ചു. പക്ഷേ ഇന്ന് കെപ്കോൻ്റെ നേരിട്ടുള്ള കപ്പാസിറ്റി പരിമിതമാണ്. അവരുടെ 10,000 ബ്രീഡർ ചിക്കൻ, ബ്രീഡർ അല്ലേ എന്താണ് വിളിക്കുന്നത്? അല്ല ഉറക്കപ്പുറ ഹാച്ചിങ് എഗ് ഉണ്ടാക്കുന്നതിനുള്ള പേരന്റ് സ്റ്റോക്ക്, അതിപ്പോൾ 10,000. അത് അടിയന്തരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാൻ. 1 വർഷത്തിനുള്ളിൽ 1,00,000 കോഴിയെങ്കിലും ബ്രീഡർ സ്റ്റോക്ക് ഉണ്ടായേക്കാം. ആ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വാർഷിക പദ്ധതിയിൽ അനാവശ്യമായ പണം വകയിരുത്തും. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. ഇന്നിപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ ലഭ്യമായിട്ടുള്ള ഹാച്ചറീസിൽ മുഴുവൻ ചിക്സിനെ വിരിയിച്ചിട്ട് വളർത്താൻ വേണ്ടി കെപ്കോൻ്റെ ഇന്നത്തെ ഇൻ്റഗ്രേറ്റഡ് ഒരു പോൾട്രി സമ്പ്രദായമുണ്ട്. അവർ ഫീഡും ചിക്കും കൂടി കൃഷിക്കാർക്ക് നൽകുന്നു, അവരും തിരിച്ചു വാങ്ങുന്നു. ആ സമ്പ്രദായം വിപുലപ്പെടുത്താം. അപ്പം അത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ വിശദമായിട്ടുള്ള പരിപാടി തയ്യാറാക്കും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആ പഞ്ചായത്തിന് വേണ്ടുന്ന പൂർണ്ണമായിട്ട് പറയാൻ കഴിയും. നഗരപ്രദേശങ്ങളിൽ പറ്റിയെന്ന് വരില്ല. ചിക്കൻ അവിടെ തന്നെ വളർത്തണം. അതിനു വേണ്ടിയുള്ള എൻ്റർപ്രൈസുകൾ രൂപം നൽകും. അതിൻ്റെ ബിസിനസ് മോഡൽ അടക്കമുള്ളതെല്ലാം ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കും. അപ്പോൾ സ്വാശ്രയമൊന്നും പറ്റത്തില്ല, അപ്പോഴും നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാകും. ബട്ട് ഇന്നത്തെ പോലെ ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ വില കൂട്ടും കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ക്ലിക്ക് നടത്താനായിട്ട് സംസ്ഥാനത്തെ വിട്ടുകൊടുക്കില്ല. ഏതായാലും ഒരു കാര്യം തീർച്ച, ജനങ്ങൾ തന്നെ അത് 87 രൂപ 15 രൂപ കുറച്ച് ചിക്കൻ കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച വിൽക്കാൻ പറ്റും. ബാക്കി പിന്നെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹോട്ടലുകാർ വില ഓർക്കണം. ഇപ്പോൾ ഹോട്ടലുകാർ സമ്മതിച്ചിട്ടുള്ളത് നല്ലത്, അതങ്ങനെ കുറയട്ടെ. നോൺ AC ക്ക് 5 രൂപ വില കുറച്ചിട്ട്
അതിൻ്റെ മേൽ 12%, 12% നികുതി ചുമത്തും. AC-ക്ക് ഇപ്പോൾ അവർ സമ്മതിച്ചിരിക്കുന്ന 8% കുറച്ചിട്ട് അവർ 18% വില കൂട്ടും. ചിലച്ചാൽ ടാക്സ് ചുമത്തും. ഞങ്ങളത് ഇങ്ങനെ ഒരു കാര്യമുള്ളത് അവരുമായിട്ടുള്ള ചർച്ചയിൽ ബോധ്യപ്പെട്ടത് കേരളത്തിൽ 5% സർവീസ് ടാക്സ് ഫലത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കേസ് വന്ന് ആ കേസിൽ സ്റ്റേ കിടക്കുകയാണ്. കേസ് വിധി പറയുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പോകും. പക്ഷെ ഇപ്പോൾ സ്റ്റേ ആയതുകൊണ്ട് ഭൂരിപക്ഷം പേരും കൊടുത്തിട്ടിരുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ആ സർവീസ് ടാക്സും കുറക്കണമെന്ന് വീഴ്ച തരണം എന്ന് പറയുന്നതിൽ ചെറിയ ന്യായമുള്ളത് കൊണ്ടാണ് സർക്കാർ അതിന് വഴങ്ങാൻ തയ്യാറാവുന്നത്. എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് 0.5% മാത്രമേ കേരളത്തിൽ വാങ്ങിക്കൊണ്ടിരുന്നുള്ളൂ. ചിക്കനാണെങ്കിൽ അവർ പറയുന്നത് ചിക്കൻ്റെ വില കൂടിയിരിക്കുകയാണ്, കുറയല്ല ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മാറ്റം വരുത്തണം. GST വ്യാപാരികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന സമ്പ്രദായം. ഏറ്റവും പ്രധാനപ്പെട്ടത് സെയിൽ ടാക്സ് വെച്ചാൽ ഓഫീസർ ഡ്രിവണാണ്. ഓഫീസറാണ് തീരുമാനിക്കണ എത്ര നികുതി ഓരോരുത്തരും തരണമെന്നുള്ളത്. അസസ്മെന്റ് നടക്കുന്നത് സർക്കാരാണ്. വാറ്റ് വന്നപ്പോൾ അത് മാറി. എങ്കിലും അന്തർ സംസ്ഥാന വ്യാപാരത്തിന് മേല് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്നു. GST വരുമ്പോൾ പൂർണ്ണമായിട്ടും അസസി തന്നെയാണ് കൃത്യമായിട്ട് കണക്ക് പറയുന്നത്. വേറെ ആരും പോക്കേണ്ട കാര്യമില്ല. കാരണം പുറത്തുനിന്ന് വാങ്ങുന്നതിനും ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടേണ്ടതാണ്. അപ്പം അത് നൽകും. ഇത് തന്നെ വ്യാപാരിക്കുള്ള ഏറ്റവും വലിയ നേട്ടമാണ്. രണ്ടാമത്തത്, അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് ചെക്ക് പോസ്റ്റ് തുടങ്ങിയുള്ള കടമ്പകളൊന്നും ഇനിയില്ല. മൂന്ന്, ഇവിടെ നികുതി കുറേ കൂടുതലല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു നികുതി സമ്പ്രദായത്തിൽ ഇത് കിട്ടിയത് തന്നെ അവസരമാക്കി മാറ്റിക്കൊണ്ട് വില വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് MRP-യേക്കാൾ ശരിക്കും കുറയ്ക്കേ വേണ്ടത്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്ത പോലെ. എങ്കിലും ഇപ്പോൾ കയറിയിട്ട് MRP-യേക്കാൾ ഇത്ര കുറച്ച് വിൽക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ പാതി നികുതി കുറഞ്ഞിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, ടൂത്ത് പേസ്റ്റ് പോലുള്ളവ. അവയൊക്കെ ഇനി MRP-യുടെ വിലക്ക് തന്നെ വെക്കാൻ പോവുകയാണെങ്കിൽ ആൻറ്റി പ്രോഫിറ്റിംഗ് ക്ലോസ് വരും. അവരുടെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിൽ വില കുറച്ച് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്യുന്നവർ ഇത് ജനങ്ങളെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സഹകരണം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. യെസ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്റ്റോറുകളിലൊന്നും ആവശ്യത്തിന് സാധനങ്ങളില്ല, അല്ലെങ്കിൽ തന്നെ ഉള്ള സാധനങ്ങൾ പോലും ഈ GST-യുടെ കൊടുക്കുന്നില്ല. അപ്പോൾ വെച്ചാൽ അവിടുത്തെ ജീവനക്കാർക്ക് സംശയം ഉണ്ടാവും. ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ നേരത്തെ കുറിച്ച് കുറച്ച് കൊടുക്കാൻ പറ്റുമോ, ഒരുപാട് ഉൽപ്പന്നങ്ങളിൽ. അതുകൊണ്ട് ഈ പുതുക്കിയ വില നിലവാരം എല്ലാ മാവേലി സ്റ്റോറുകളിലും സൂപ്പർവൈസറും എക്സിക്യൂട്ട് ചെയ്യാൻ പോയില്ല. പിന്നെ എക്സിക്യൂട്ട് ചെയ്യണം. സാധനങ്ങൾ ലഭ്യമാക്കും. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ തടസ്സം തീർക്കണം. മൊത്ത സംഭരണക്കാരിൽ നിന്ന് നേരിട്ടെടുക്കുന്നതാണ്. അപ്പോൾ അവർക്കും ഇത് ബാധകമായതുകൊണ്ട് അവരുടെ സംഭരണശാലകളിൽ അവർക്ക് ഈ സ്റ്റാമ്പ് ചെയ്യുന്നതിനുള്ളൊരു സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2-3 ദിവസമായിട്ട് അവർ ഇന്നത്തേതോടുകൂടി അത് ക്ലിയർ ചെയ്യുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു പ്രക്രിയയിലൂടെ അവരും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ തരുന്നതിൽ ആ പാക്കറ്റുകളിൽ അവർ റീസ്റ്റാമ്പ് ചെയ്യുന്നതിനെടുത്ത ഒരു ചെറിയ സമയം കൊണ്ട് ചില സാധനങ്ങൾക്ക് ലഭ്യത ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്റ്റോക്കും റീസ്റ്റാമ്പ് ചെയ്ത് ആ ഷെഡ്യൂളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്നതോടുകൂടി അത് പ്രാക്ടിക്കലായിട്ടുണ്ട്. ഈ അരിയുടെ ഐറ്റംസ്, ബോധന, ജയ, ഈ ഇത്തരം ഐറ്റംസിന് ടാക്സ് ഇല്ല, GST
ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് കഴിഞ്ഞ മാസത്തേക്കാൾ ഒരു 50 പൈസയോടെ 3,000 രൂപ കൂടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അല്ല, അത് സപ്ലൈകോയ്ക്ക് ഓരോ ലോഡിനും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ ലോഡിനും ഒരു ഒറ്റ റീറ്റെയിലറിലൂടെ വരുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയാണ് അവർ ഈ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്നത്. അല്ലാതെ നമ്മൾ ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് എടുത്ത് വിൽക്കുന്നതിനാണ് 25 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതിന് വർധന ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ഓരോ പ്രാവശ്യവും സപ്ലൈകോ അതിന്റെ ലേലം കൊള്ളുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും അത് ഏറ്റെടുക്കുമ്പോൾ വരുന്ന ചെറിയ വില വ്യത്യാസങ്ങൾ അതിന് വരുന്നുണ്ട് മാസാമാസം. അത് വരുമല്ലോ, MRP പ്രൈസ് അല്ലല്ലോ, ഫിക്സഡ് പ്രൈസ് അല്ല. എല്ലാവരും മേടിക്കുന്ന വിലയേക്കാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് 13 വില കൂടി വിൽക്കരുത് എന്ന് പറയുന്ന കമ്മോഡിറ്റീസിന് പെടാത്തത് അവർ ഈ ടെൻഡർ വഴി ഓരോ പ്രാവശ്യം എടുക്കുന്നതിന് വരുന്ന ഒരു ചെറിയ വില വ്യത്യാസം അതിൽ വരാറുണ്ട്. സാർ, അതുപോലെ ഈ GST രജിസ്ട്രേഷൻ ഇല്ലാതെയും പിന്നെ ഈ CGST SGST ഇതൊന്നും പ്രത്യേകം കാണിക്കാതെ ചുമ്മാ GST എന്ന് പറഞ്ഞിട്ട് ടാക്സ് അടിച്ച് പലരും വ്യാപകമായിട്ട് ബില്ല് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പരിശോധന? യെസ്, ഞങ്ങൾ എല്ലാ ജില്ലകളിലും GST ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കുന്നുണ്ട്. Now tax secretary commissioner should ensure legal metrology somebody is also represented in this. So it is not just our department. Facilitation center will സംസ്ഥാനത്തുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ ഇനി മുതൽ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് പർച്ചേസ് നടത്തും. ഇങ്ങനെയുള്ള കേസുകളൊക്കെ GFCക്ക് റെഫർ ചെയ്യും. അതിൻ്റെ ലഘുഗുരുത്വം അനുസരിച്ച് കയറുന്ന ഉദ്യോഗസ്ഥ നേരിട്ട് അങ്ങ് നടപടിയെടുക്കലല്ല. തെറ്റ് കണ്ടാൽ തെറ്റുണ്ടായാൽ കണ്ടുപിടിക്കും, അതിൻ്റെ ആ സംശയമില്ല. ലഘുഗുരുത്വം അനുസരിച്ച് ഇവർ പരിശോധിച്ച് പറയും. ദാറ്റ് ഇസ് എന്ന് മാത്രം ഇതിങ്ങനെ തെറ്റ് പരിശോധിച്ച് പറയാൻ വേണ്ടിയല്ല GFC. എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞുകൊടുക്കും, എന്ത് സംശയം ഉണ്ടെങ്കിലും. അതിനുള്ള പെർമനൻ്റ് ആയിട്ടുള്ള സംവിധാനം, ഫോണിൻ ഏർപ്പാടുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ടാവും. ദെൻ രണ്ടാമത്തത് തിരുവനന്തപുരത്തായിരിക്കും ഇതിൻ്റെ പ്രൊസീജിയർ സംബന്ധിച്ചുള്ള ഇവിടുത്തെ ജില്ലാ GFC ആയിരിക്കും എല്ലാ ഡൗട്ടിനും അന്ന് വരുന്ന ഡൗട്ടിന് അന്ന് തന്നെ മറുപടി കൊടുക്കും. രാജ്യത്തേരം പകൽ വന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി വൈകുന്നേരത്ത് കൊടുത്തിരിക്കും. റേറ്റ് സംബന്ധിച്ച് എപ്പോഴും സംശയങ്ങൾ വരാം, കാരണം ഈ ചരക്ക് അതാണോ ഇതാണോ എന്ന് പറയാം. അപ്പോൾ അത് സംബന്ധിച്ച ക്ലാരിഫിക്കേഷനൊക്കെ പാലക്കാട് GFC ആയിരിക്കും നൽകുന്നത്. സോ എലാബറേറ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു മെഷീനറി ഉണ്ടാക്കിയിട്ടുണ്ട്. 143, yeah. Benefit should be passed on to recipients. It's a provision in the law itself. നിയമത്തിൽ തന്നെ ചെയ്യുന്ന മാനുഫാക്ചർ ഓർ സപ്ലയർ ഓഫ് സർവീസസ് ഈസ് നോട്ട് ഇൻ പൊസഷൻ ഓഫ് ഇൻ ഇൻവോയ്സ് ഓർ ഇൻ ദ ഡോക്യുമെന്റ് എവിഡൻസിംഗ് ദ പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്സ്, then such registered person shall, subject to such conditions, limitations and safeguards may be prescribed, including that the said tax person shall pass on the benefit of such credit by way of reduced prices to recipient, be allowed to take credit at such rate in such manner as may be prescribed. ഈ താഴത്തുള്ള സ്റ്റോക്കിന് മുഴുവനും മുകളിലിരിക്കുന്ന മാനുഫാക്ചറിന് മുഴുവൻ സമ്പൂർണ്ണമായി ക്രെഡിറ്റ് കിട്ടും. അത് പാസ് ഡൗൺ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ MRP വിലയേക്കാൾ കൂടുതൽ വരുന്ന ഏതെങ്കിലും ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ കൺസേൺ മാനുഫാക്ചറർ ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. എന്തോ നോ, ഇറ്റ് വിൽ ബി ബേസ്ഡ് ഇൻ ഞങ്ങളുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കീഴിലായിരിക്കും. ബട്ട് ഇറ്റ് വിൽ ബി ടാക്സ് മാത്രമല്ല, ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളെ കൂടി ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടായിരിക്കും. ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധന നടത്തി കേസ് എടുക്കുമ്പോൾ കേസ് എടുക്കുന്നത് MRP-യേക്കാൾ കൂടുതലാണെങ്കിൽ കേസ് എടുക്കുന്ന ഏത് വകുപ്പ് അനുസരിച്ചിട്ടായിരിക്കും? അത് എടുക്കുന്നത് ലീഗൽ മെട്രോളജി ആക്ടിന്റെ പ്രീ പാക്കേജ് കമ്മോഡിറ്റി പ്രിസ്ക്രൈബ് റൂൾസിന്റെ റൂൾ 6, 18, 18(3) ഈ 3 വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് ഇപ്പൊ കേസ് എടുക്കുന്നത്. ഇപ്പൊ അവര് ആ നടപടിക്രമങ്ങൾ അവരുടെ വീട്ടു തല പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ ഡിക്ലറേഷൻ വന്നതിന് ശേഷവും കുറേയേറെ പരിശോധനകൾ നടന്നിട്ടുണ്ട്. 240ഓളം കേസ് പരിശോധനകൾ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 97 കേസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ നിയമത്തിന്റെ പ്രത്യേക പ്രൊവിഷൻ അനുസരിച്ചിട്ടുള്ള
ചാർജ് ഷീറ്റ് 8 എണ്ണത്തിന് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഓൾട്ടർ ചെയ്തതിന് 3 കേസ് എടുത്തിട്ടുണ്ട്. വയലേഷൻ്റെ കാര്യത്തിൽ 44 കേസുകൾ ഡിക്ലറേഷൻ വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് എടുത്തിട്ടുണ്ട്. ഈ റൂളിൻ്റെ തന്നെ മറ്റ് വകുപ്പുകളനുസരിച്ച് 18 കേസുകൾ, അങ്ങനെ 90 കേസുകൾ. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു. ഈ ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരം പാലിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം പെടുവതില്ല. ഇപ്പം അതെല്ലാം പിടിച്ച് നന്നാക്കാനും ഉദ്ദേശമില്ല. ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണ ഈ ഒരു കാര്യത്തിലാണ്. MRP വിലയൊക്കെ കൂട്ടി വെക്കാൻ പറ്റുന്ന ആരും കരുതുന്നു. ദാറ്റ് വിൽ ബി വെരി സ്ട്രിക്റ്റ്. എവിടെ നടന്നോ അതിന് നടപടി ഉണ്ടാവും, കേസുണ്ടാവും. ബാക്കിയുള്ളത് GFC ആയിട്ട് ബന്ധപ്പെട്ട ലഘുഗുരുത്വം അനുസരിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം ഏത് കടയിൽ പോയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. സംബന്ധിച്ച് പാക്കേജ് എന്തോ അതെ ആ ട്വീറ്റ് ഞാൻ വായിച്ചു. അദ്ദേഹം ട്വീറ്റ് ചെയ്തില്ല. ട്വീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കരുത്. എപ്പോഴും നമ്മൾ നിയമം തന്നെ നോക്കണം. നിയമത്തിൽ പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ സർക്കുലർ. ആ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ 3 മാസം വരെ ഇത് മാറ്റുന്നതിന് ഒരു റീറ്റെയിലർക്ക് അധികാരം വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മാനുഫാക്ചറർ ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് ഇന്ന കാര്യം കൊണ്ട് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം പത്രത്തിൽ പരസ്യം കൊടുക്കണം. അങ്ങനെ പരസ്യം കൊടുത്ത് നോട്ടിഫൈ ചെയ്ത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി ഒട്ടിച്ച് വിൽക്കാം. അപ്പോൾ ഫസ്റ്റ് TTM നമുക്ക് എണ്ണത്തിന് വാക്കുകളുടെ പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ആദ്യം പറഞ്ഞ ഭാഗമൊക്കെ വിട്ടുപോയി. അത്രേ ഉള്ളൂ. അവസാനം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ GST ലോ അനുസരിച്ച് വേറൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ ഇത് നടപടികൾ ഇത് കോൺട്രഡിക്ടറി ആയി ഇത് കുറ്റം ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പ് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഏതാ വകുപ്പ് പറഞ്ഞാൽ ഞാൻ പഠിക്കാറ്. ഞാൻ ചോദിക്കുന്നത് GST വന്ന ശേഷം GST ലോ പ്രിവെയിൽ ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റ് ആണ്. വേറെ ഒരുപാട് ആൻസിലറി അറ്റൻഡ് ലോസ് ഉണ്ട്. GST ലോയും തമ്മിൽ ആരും തർക്കമില്ല. MRP പ്രൈസിനേക്കാൾ കൂടുതൽ വിൽക്കാൻ പാടില്ല നിയമം ഇപ്പോഴും സാധുവാണ്. അത് പിൻവലിക്കപ്പെട്ടിട്ടില്ല. ദാറ്റ് മിനിമമാണ്. ഞാൻ പറയുന്നത് അതിനൊക്കെ കുറച്ച് വിൽക്കണമെന്നുള്ളതാണ്. ബട്ട് അതിനെക്കാട്ടിയും കൂടുതൽ വിലക്ക് വിൽക്കാൻ വേണ്ടി തയ്യാറാകുമ്പോഴോ ഏതായാലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഐ തിങ്ക് മോസ്റ്റ് കമൻഡബിൾ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ സകല ഉൽപ്പന്നത്തിൻ്റെയും വില നേരത്തെയുള്ള ടാക്സ് ഇൻപുട്ടുകൾ മുഴുവൻ കണക്കൂട്ടിയെടുത്ത് അതിൻ്റെ ഇപ്പോഴത്തെ GST വെച്ച് റീറ്റെയിൽ പ്രൈസ് തീരുമാനിച്ച് ദേ ഹാവ് പബ്ലിഷ്ഡ് ഇറ്റ്. അത് വലിയൊരു സേവനം ചെയ്തിരിക്കുന്നത്. നാളത്തെ പത്രങ്ങളിൽ ഈ ഇന്ത്യൻ ടു പബ്ലിഷ് ഇറ്റ് എല്ലാവരും കാണാൻ വേണ്ടി. നോക്കൂ, കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്ത് ബില്ല് കൊടുക്കണമെന്ന് GST നിയമത്തിൽ പറഞ്ഞിട്ടില്ല. GST നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ നിങ്ങൾ നൽകുമ്പോൾ അത് ഓൺലൈനായിട്ട് കൊടുക്കണം, കടലാസിൽ കൊടുത്താൽ പറ്റത്തില്ലെന്നുള്ളതാണ്. നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ആണെങ്കിൽ ഈ കണക്കുണ്ടാക്കൽ വളരെ എളുപ്പമാണ്. അതിന് ചെറിയൊരു സോഫ്റ്റ്വെയർ മാത്രം മതി. ഈ സോഫ്റ്റ്വെയർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് പ്രൊവൈഡേഴ്സിന് വെച്ചിരിക്കുന്നത്. കേരള സർക്കാർ തന്നെ ഫ്രീ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവുകയാണ് എല്ലാവർക്കും. അപ്പോൾ അതുവരെ ഇന്നിപ്പോൾ എനിക്ക് സോഫ്റ്റ്വെയർ ഇല്ലെന്നുകൂടി ആ പ്രശ്നമില്ല. ഞങ്ങൾ ആരെങ്കിലും കടയിൽ പോയിട്ട് കമ്പ്യൂട്ടർ ബില്ലില്ലല്ലേ, നിങ്ങൾ GST അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇല്ല. നിയമപ്രകാരം എടുക്കേണ്ട വിലക്ക് മേടിച്ചോ വിറ്റോ നിങ്ങളിപ്പോൾ ആ കണക്കിന് സെപ്റ്റംബർ 10 തരേണ്ടതുള്ളൂ. ആരും ഒന്ന് ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്തിനെത്ര വേവലാതി? എങ്ങനെയാണോ നേരത്തെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് കച്ചവടം നടത്താം. നേരത്തെ വാറ്റ് ടാക്സിന് വരെ നിങ്ങൾ GST എഴുതിയ. അപ്പോൾ GST ഇപ്പോൾ 2 തിരിച്ചെഴുതാൻ ബുദ്ധിമുട്ടില്ല. GST എന്ന് മാത്രം 18 എഴുതുള്ളൂ. നോബഡി ഈസ് ട്രബിളിങ് എനിബഡി. ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇല്ല, അതുകൊണ്ട് കച്ചവടം നടത്താൻ പറ്റുന്നില്ല. ഒരാദ്യം ആരും പിടിക്കേണ്ട ആവശ്യമില്ലെന്ന്. എത്ര നാളെ കച്ചവടം ചെയ്യുന്നു അവർ കച്ചവടം ചെയ്യുക. ആകെ ആവശ്യപ്പെടുന്നത് ഇനി വാറ്റ് നികുതിക്ക് പകരം GST എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നികുതികൾ അത് കിഴിച്ചിട്ട് ആ വരുടെ മുകളിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ പറയണത് നേരത്തെ അപ്പുറത്ത് സർവീസ് ടാക്സ് കൊടുത്തിട്ടൊന്നും എനിക്കറിഞ്ഞില്ല. വേണ്ട, നിങ്ങൾക്ക് അറിവുള്ള ടാക്സ് അതൊക്കെ വളരെ ലിബറലാണെന്ന്. യു ആർ നോട്ട് ഹണ്ടിങ് എനിബഡി. അപ്പോൾ എന്തിന് ഇത്ര പരിഭ്രാന്തി? അതുപോലെ ഈ വിദേശത്ത് നിന്നുള്ള പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നുള്ള കാർ
അതിൻ്റെ ചില നിവേദനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് അയക്കുന്നതിന് തടസ്സങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് ആദ്യമായിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധ വരുന്നത്. അത് പരിശോധിക്കും. ഐ പാസ് ഓൺ ദി മെമ്മോണ്ടം ടു യു. ഇന്നെന്ന് വാറ്റ് നിയമം പോയിട്ടില്ല കേട്ടോ. വാറ്റ് നിയമം പഴയ നികുതിയുടെ പുറത്തുള്ള വാറ്റ് നിയമം ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത്രേ ഞാൻ പറയണുള്ളൂ. വെറുതെ നമ്മളോട് കുതിര കയറാൻ പറയണ്ട. ആൾക്കാർ ചോദിക്കട്ടെ, തർക്കിക്കട്ടെ, പ്രശ്നം ഉണ്ടാവട്ടെ എന്ന്. 15 രൂപ വില കുറച്ച് കഴിഞ്ഞിട്ടും 15% വില കുറച്ച് കഴിഞ്ഞിട്ടും 15% വില കൂട്ടുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂ. വേണ്ട, സ്വല്പം കുറച്ചാൽ മതി. ഈ വിലക്ക് വിറ്റേച്ചാൽ മതി. കേരളത്തിൽ വിൽക്കണോ ഇത് വിലക്കാൻ പറ്റത്തില്ല. അത് ശരി. പണ്ട് ഞങ്ങൾ നികുതി വെട്ടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം അല്ലേ? അത് ശരി. ഞങ്ങൾ ഉണ്ടായിരുന്നു, തന്നിരുന്നില്ല. അതേ ഞാൻ പറഞ്ഞ വാറ്റ് നിയമം ഇപ്പോഴും പഴയ അസസ്മെന്റിൽ വാറ്റ് നിയമം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ സർക്കാരുമായിട്ട് ചൊറിയാൻ വരണ്ട. ഇതിനൊരു വെല്ലുവിളിയായിട്ട് എടുക്കുകയാണ്. പല്ലിളിച്ച് കാണിക്കുക സർക്കാരിനെ. അനുവദിക്കില്ല. ഈ രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, ഹോട്ടലിൽ ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരിക്കും. കാരണം നമ്മൾ നികുതി പിരിച്ചിരുന്നില്ല. 0.5% പിരിച്ചിരുന്നുള്ളൂ. ബാക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. GST എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നികുതിയാണ്. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ കൂടും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിലൊരു പ്രശ്നം വരും, നമുക്ക് ദോഷ്യം വരാൻ പോണോ ഹോട്ടലാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ പോലും ഈ പറഞ്ഞ വർധനയ്ക്ക് ന്യായമില്ല. അവർ നേരത്തെയുള്ള നികുതി കുറച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ കൂടുതൽ വലിയ ഹോട്ടലാകും തോറും ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടുന്ന കൂടിക്കൊണ്ടിരിക്കും. എന്തിനും അവിടെ വെക്കണ ടെലിഫോണിന് ഇത് കൊടുക്കണമല്ലോ, ഇനി ടെലിഫോണിന് ഇൻപുട്ട് കിട്ടും. അവരുടെ പരസ്യം വല്ലതും കൊടുത്ത സർവീസ് ടാക്സ് ഉണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് കിട്ടും. സർവ്വ സേവനങ്ങൾക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പോഴത്തേന് ഈ 18 എന്ന് പറയുന്നത് വളരെ ഗണ്യമായിട്ട് കുറയും, 10 ആയിട്ട് മാറുകയും. ഈ കൊച്ചു കടക്കല്ല ഞാൻ പറയുന്നത്, ഇടത്തരം വലിയ റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ. എന്തോ അതേ, അതിപ്പോൾ നമ്മൾ അവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു അസോസിയേഷനാണ്, അവർ സൗത്ത് ഇന്ത്യൻ ഫെഡറേഷനാണ്, മറ്റുള്ള സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യണം. പക്ഷേ ന്യായമായ രീതിയിലുള്ള പ്രതികരണമാണ്. അവർ നിഷേധിക്കുന്നില്ല, പറ്റൂല, ഈ ചിക്കൻ കാരി ഇതുപോലെ ഉള്ളൊരു ഏർപ്പാടിലേക്കല്ല. അപ്പോൾ now ഇപ്പോൾ ചിക്കൻ്റെ വില പറയുമ്പോൾ they should pass it on. ഏത് ഏതാണ്ടൊരു ധാരണയായി, ഏതാണ്ട് വ്യാപാരി വ്യവസായ സമിതിക്കാർ ഞങ്ങളെ ബന്ധപ്പെട്ട് അറിയിച്ചതാണ് അത്തരത്തിൽ ഒരു നികുതി ഇളവിന് അവർ തയ്യാറാണെന്ന്. എന്ന് മാത്രമല്ല, വ്യാപാരി വ്യവസായ സമിതി ഇത്തരത്തിൽ അന്വേഷണം നടത്തി ഏതെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് സ്റ്റോക്ക് ഇരിക്കുന്നതിന് വിൽക്കുമ്പോൾ വ്യാപാരിക്ക് നഷ്ടം വരുന്നുണ്ടോ അത് ലിസ്റ്റ് ചെയ്ത് ഇവിടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതൊക്കെ ആ നഷ്ടം ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. നഷ്ടം പെട്ടിട്ട് ആരും ഒന്നും ചെയ്യേണ്ട. ദർ മേ ബി കേസസ്, തള്ളിയൊന്നും പറയുന്നില്ല. 3-4 മാസം പിടിക്കും. നമ്മൾ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. കേരളത്തിലെ വ്യാപാരികൾക്ക് ഇത് പ്രശ്നമല്ല. കേരളത്തിലെ വ്യാപാരികൾ 5 വർഷമായിട്ട് ഓൺലൈനായിട്ടാണ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വ്യാപാരികൾക്ക് പ്രശ്നമല്ല. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിങ്ങൾ ദിവസവും ബില്ലൊക്കെ അടിക്കുമ്പോൾ ഈ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും ഒക്കെ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ജനറേറ്റ് ചെയ്യും. വളരെ എളുപ്പമായി തീരും. വേറെ ഒന്നും കണക്കപ്പിള്ള വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബില്ല് എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്ക് കിട്ടും. അപ്പോൾ അത് വന്നാൽ വളരെ എളുപ്പമാണ്. അതാണ് ചെയ്യുക. ജിയോ ഇപ്പോൾ ചെയ്യാൻ നടക്കുന്നുണ്ട്. ജിയോണ് കേരളത്തിൽ ആക്റ്റീവായി ഓടി നടക്കുന്നത്, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു.
ഹോട്ടൽ ഭക്ഷണവില നിയന്ത്രിക്കാൻ വേണ്ടി നേരത്തെ ഒരു ബില്ല് സർക്കാർ തയ്യാറാക്കിയത്. എന്തുകൊണ്ട് അത് നിയമമാകേണ്ടതല്ലേ? എനിക്കറിയത്തില്ല. എനിക്കറിഞ്ഞൂടെ ഹോട്ടൽ ഭക്ഷണത്തെ എങ്ങനെയാണ് നമ്മൾ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുക്ക് ഫുഡിന് നമുക്ക് ഏത് തരത്തിൽ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒപ്പീനിയന് വേണ്ടി ഫുഡ് മിനിസ്റ്റർ അത് ലോയിൽ പാസ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത് തന്നെ അവർ വെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ പ്രശ്നങ്ങൾ നിയമവകുപ്പ് അതിനെ കുറിച്ച് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കാരണം അത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്. ഉത്സവ സീസണുകളിൽ പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള വലിയ ഉത്സവ സ്ഥലങ്ങളിൽ അതിനോട് ബന്ധപ്പെട്ട ഇടത്താവളങ്ങളിൽ കൃത്യമായിട്ട് വില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇടയ്ക്ക് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് 2 കൊല്ലം നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷെ ഹൈക്കോടതി തന്നെ അത് ആ ഒരു ഉത്തരവ് ഭേദഗതി ചെയ്ത് കഴിഞ്ഞ സീസണിൽ നമ്മൾ വീണ്ടും വില നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ബില്ലിന്റെ ആ ഒരു വിശദാംശങ്ങൾ തയ്യാറാക്കിയിട്ട് ഈ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടെ ഒരു സ്പിരിറ്റ് എടുത്തിട്ട് ഇതിപ്പോൾ കറക്റ്റ് ചെയ്ത് നമ്മൾ ലോയിൽ കൊടുത്തിട്ടുണ്ട്. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരോപണം മറ്റു സംസ്ഥാനങ്ങളിലും കുഴപ്പമില്ല, കേരളം വേണ്ടത്ര മുന്നൊരുക്കം നടത്തിയിട്ട് അവസാന നിമിഷമാണ് നല്ല GST സംസ്ഥാനം പറഞ്ഞ അവസാനം മാത്രമാണ്. അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിൽ അവനെ കൊണ്ട് പറയിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പറയേണ്ടിരുന്നു. അതിനൊന്നും മറുപടിയൊന്നും അർഹിക്കുന്നില്ല. നമ്മളെ ഇവിടെ ഇപ്പം ഈ വില നിയന്ത്രിക്കാനും MRP പിടിച്ചു നിർത്താനും ഒക്കെ വേണ്ടിയിട്ട് കുറെ സ്റ്റെപ്സ് ഒക്കെ സാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് കേന്ദ്രത്തിൽ നിന്നല്ല. അവിടെ നിന്ന് എന്തൊക്കെ നടപടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? അവര് ഒരു 200 പേരുടെ വലിയൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻട്രൽ ഡയറക്ട് ടാക്സസ് ബ്യൂറോൻ്റെ ഓരോ ജില്ലയ്ക്കും കേന്ദ്രത്തിൽ 1-2 ഉദ്യോഗസ്ഥർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജില്ലാതലത്തിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിന് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുമായിട്ടും നിരന്തര ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. നമ്മുടെ വിമർശനം കേന്ദ്രത്തിനോടുള്ളത് അടിയന്തരമായിട്ട് ആൻറ്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി നിലവിൽ കൊണ്ടുവരണം. എന്നിട്ട് ഈ 3 മാസമൊക്കെ ഇടവേള പറ്റത്തില്ല. അടിയന്തരമായിട്ട് ചില ഗൗരവമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവർ നിലക്ക് നിൽക്കില്ല. അപ്പം അതിന് ഈ കാലതാമസം വരുത്താൻ പറ്റത്തില്ല. അപ്പം അത് ചെയ്യണം എന്നുള്ളതാണ്. നിർമ്മാണ മേഖലയിൽ GST വന്നതിന് ശേഷം വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായ സമയത്ത് സിമന്റ് 15 രൂപ കൂടിയിട്ടുണ്ട്. സ്റ്റീലിനാണെങ്കിൽ 19% നികുതി എന്നുള്ളത് 18% കുറഞ്ഞിട്ട് കിലോയ്ക്ക് 4 രൂപ കൂട്ടിയിരിക്കുകയാണ്. എംസാൻഡ് കൂടി മെറ്റൽ ഇതിലെന്ത് നടപടിയാണ്? സിമന്റ് ഇന്ത്യയിൽ ഏറ്റവും ധാരണ വില നിശ്ചയിക്കുന്ന ഉൽപ്പന്നമാണ്. തികച്ചും കാർട്ടലാണ് സിമന്റ്. കേന്ദ്ര സർക്കാരിന് ഇതുവരെ പൊളിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇവരെ പൊളിക്കാൻ വേണ്ടി ചിദംബരം മന്ത്രിയായിരിക്കുമ്പോൾ നികുതി നിരക്ക് 2 സ്ലാബാക്കി. ഇന്ന വിലയേക്കാൾ താഴ്ന്നതാണെങ്കിൽ വളരെ ചെറിയത്, ഇന്ന വിലയേക്കാൾ മുകളിലാണെങ്കിൽ. ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. GST വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. MRPക്ക് മുകളിൽ ആരെങ്കിലും 1 പൈസ കൂട്ടി വാങ്ങിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. അവർക്കെതിരെ കേസെടുക്കും. മാത്രമല്ല കോഴി ഇറച്ചി കിലോ 87 രൂപയ്ക്ക് തന്നെ വിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. GST വന്നപ്പോൾ എക്സൈസ് ടാക്സ് 14.5% ഒഴിവായതിനെ തുടർന്നാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്.